CPM എന്നാണോ കോൺഗ്രസ് എന്നാണോ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും. കാരണം ഈ മൂന്ന് കാര്യങ്ങളാണ് ജനങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതും ജനങ്ങളുടെ ഭാവി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. വികസനം, അവരുടെ സുരക്ഷ, പിന്നെ അവരുടെ വിശ്വാസം. നമ്മളെല്ലാവരും മിന്നാന്ന് കണ്ടു മഹാരാഷ്ട്ര ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു റിസൾട്ട്. അതിന് മുമ്പ് ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി ഈ ഇലക്ഷൻസ് എല്ലാം കണ്ടു, ബീഹാർ. അതിൻ്റെ എല്ലാ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി. എല്ലാ സ്ഥലത്തും കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന ജനങ്ങൾ തോൽപ്പിക്കുന്നു എന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ കാണുന്നൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. 11 കൊല്ലം മുമ്പേ അതേ കോൺഗ്രസിനെ നാടിൻ്റെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ പുറത്താക്കി. UPA സർക്കാരായിരുന്നു, 10 കൊല്ലം ഭരിച്ചു. 2014 ജനങ്ങൾ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 2016 കേരള ജനങ്ങൾ കോൺഗ്രസിനെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് ഈ നടന്ന എല്ലാ ഇലക്ഷനിലും കോൺഗ്രസിന് എക്സിറ്റ് ഡോർ ആണ് ജനങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നത്. ഇത് എന്തുകൊണ്ട്? ഇത് ചോദിക്കണം. കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ അസംബ്ലി ഇലക്ഷനും നമ്മൾ ചോദിക്കേണ്ടതും അതിൻ്റെ ഉത്തരം കേൾക്കേണ്ടതും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇന്ന് ഭീകരമായ അഴിമതി മാറി. പണ്ട് കാലത്ത് ഒരു നാഷണൽ പാർട്ടിയായിരുന്നു, ഏറ്റവും വലിയ നാഷണൽ പാർട്ടിയായിരുന്നു. പക്ഷേ അവരുടെ രാഷ്ട്രീയം 2004 മുതൽ ഇന്ന് വരെ ഒരു പ്രീത രാഷ്ട്രീയം, രാഷ്ട്രീയം ഒരു അഴിമതി ചെയ്യുന്ന ഒരു അവസരമായിട്ട് കാണുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ അവർ എന്തിനാണ് പുറത്താക്കിയത്? പാകിസ്ഥാൻ ഭീകരവാദിനെ ന്യായീകരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം ആരാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനി ടെററിസ്റ്റ് ന്യായീകരിക്കാൻ ഇറങ്ങിയത്? CPMന്റെ MA ബേബിയും കോൺഗ്രസിന്റെ റോബർട്ട് വാഡ്ര. ഇതെല്ലാം ആരും മറക്കുന്നില്ല, ആരും മറന്നിട്ടില്ല. 2014 ജനങ്ങൾ പുറത്താക്കിയത് അവർ അഴിമതിയും ഇതേപോലെ തന്നെ ബാട്ട്ല ഹൗസിലും തീവ്രവാദത്തിന്റെ എതിരെ നിൽക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസ് സർക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പുറത്താക്കിയത്.